സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന മത്സരമാണ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ. ആ നിയോജക മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി നിലവിൽ MLA കൂടിയായിരുന്ന CC മുകുന്ദൻ ചേരുകയാണ് നമ്മോടൊപ്പം. ഏതുവരെ എത്തി പ്രചരണം? എന്തായാലും നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നാട്ടിക നിയോജക മണ്ഡലം ഒരു നിലയ്ക്കും എന്നെ കൈവിടില്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം. ആ കൈവടിയില്ല എന്നൊരു ആത്മവിശ്വാസം പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഘടകങ്ങളായി എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ നമ്മളോട് പറയുന്നത് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി ഈ മേഖലയിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ വലിയൊരു വികസനം നമ്മുടെ പ്രദേശത്ത് നടക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മുടെ CC മുകുന്ദൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരത്തെ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. ഈ ഒരു പ്രസ്ഥാനം മാറിയതിന് ശേഷം ഇങ്ങോട്ട് എത്തുമ്പോഴുള്ള പ്രതികരണം വോട്ടർമാരുടെ എങ്ങനെയാണ്? ചിലവർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും വളരെ മോശമായൊരു സമീപനമാണ് നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് അതിലൊരു പ്രതിഷേധം കൂടി ജനങ്ങൾ രേഖപ്പെടുത്തും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ എനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വോട്ട് ചെയ്യും. ഒരു നിലയ്ക്ക് CPIയുടെ 2-3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ CPM, കോൺഗ്രസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും, വികസനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും എനിക്ക് സ്നേഹം നിറഞ്ഞ വോട്ട് താമരടയാതെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുണ്ടായൊരു മാറ്റം നാട്ടിക നിയോജകമണ്ഡലത്തിലാണ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. ആ ഭൂരിപക്ഷത്തിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ വലിയ ഭൂരിപക്ഷം നാട്ടിക നിയോജകമണ്ഡലത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം വേറെയാണ്. ആ ഒരു വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ യാതൊരു തർക്കമില്ല, അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ കാല പ്രവർത്തനമായി NDAയുടെ പ്രവർത്തനമായി പരിശോധിച്ചാൽ വലിയേറെ സന്തോഷകരമായ അനുഭവമാണ് ജനങ്ങൾക്ക്. കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ മേഖലയിൽ ലഭിക്കും. ഒരു പുതിയ വികസനം, നമ്മുടെ NDA പറയുന്ന പോലെ ഒരു വികസന കേരളം അല്ലെങ്കിൽ ഒരു വികസന നാട്ടിക എന്ന രീതിയിൽ വലിയൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇവിടെ വലിയൊരു മാറ്റം നാട്ടിക മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മണ്ഡലത്തിൽ വലിയൊരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളും എന്നാണ് നമ്മൾ ജനങ്ങൾ ഏറ്റവും എൻ്റെ അടുത്ത് പറയുന്നത്. ഏറെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു CPIയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. അതിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അത്രയും നാൾ അത് അങ്ങനെ തന്നെ തുടർന്ന് പോകുമ്പോൾ എവിടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല ഈ വിഷയങ്ങളൊന്നും? എനിക്കങ്ങനെ ശ്രദ്ധയിൽപ്പെടും. ഞാൻ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ധാരണയൊക്കെ മാറി ചിലരുടെ പോക്കറ്റ് സംഘടനയായി ഈ സംഘടന മാറുന്ന ലക്ഷണമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇതുപോലെ അസംതൃപ്തരായി നിരവധി പേർ ഉണ്ട് എന്നാണോ? അത് തർക്കമില്ല. ഇനിയും ഒരുപാട് ജനങ്ങൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അതുണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ വികസനം മുന്നോട്ട് വയ്ക്കും ഓരോ തെരഞ്ഞെടുപ്പിലും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ താങ്കൾ നടപ്പാക്കിയ പദ്ധതികൾ അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? അതുമാത്രമല്ല, കേന്ദ്ര സംസ്ഥാനമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഫണ്ടുകൾ പൂർണ്ണമായി ഈ പ്രദേശത്ത് വന്നാൽ വലിയൊരു വികസനം ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുന്ന വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കും എനിക്കുമുള്ളത്. ഏറെക്കാലമായി മണ്ഡലത്തിലുള്ള ഒരു വ്യക്തിയാണ് ജനപ്രതിനിധി നിലയിൽ. എന്നിരുന്നാൽ പോലും ഒരുപാട് വിഷയങ്ങൾ നടപ്പാക്കാനുള്ള ബാക്കിയും ഉണ്ടാവും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്താണ് മണ്ഡലത്തിൽ? ബാക്കി അങ്ങനെ ഒരുവിധം പദ്ധതികളൊക്കെ അത്യാവശ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വലിയൊരു മാറ്റം മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയേക്കാളും വ്യത്യസ്തമായ വികസനങ്ങൾ പൂർണ്ണമായി ഈ മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മണ്ഡലത്തിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ചില പാലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക റോഡുകളായിരിക്കാം, അങ്ങനെ പ്രധാനമായി നടപ്പാക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുള്ള പദ്ധതികളായിരിക്കും മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട എൻ്റെ മണ്ഡലത്തിൽ കയറി വന്നിട്ടുള്ളത് നമ്മുടെ മണപ്പുറ പ്രദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്.
തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു വലിയൊരു പദ്ധതി നമ്മുടെ തളിക്കുളം ബ്ലോക്കുമായി ബന്ധപ്പെട്ട് വലിയൊരു പദ്ധതി 10 കോടിയുടെ പദ്ധതിക്ക് രൂപം അതിൻ്റെ കല്ലിടൽ കർമ്മങ്ങൾ അത് തുടർന്ന് പോയാൽ ഈ നാട്ടിൻ്റെ തൊഴിലിന്മ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല കോതോളം ബീച്ചുമായി ബന്ധപ്പെട്ട ഒരു മിനി ഹാർബറിൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് എന്തായാലും കേരള സർക്കാർ സഹായിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ പൂർണ്ണമായി മത്സ്യത്തൊഴിലാളിയുടെ ജീവാത്മകമായ മിനി ഹാർബർ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടാതെ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ കൃഷി മേഖല, അതുപോലെ മരമായി ബന്ധപ്പെട്ട മേഖല, അതുപോലെ മറ്റ് വിവിധ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസനങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് ആവശ്യകതയായി പരിശോധിച്ച് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമായി മുന്നോട്ട് പോകും. അത് വലിയൊരു മാറ്റമായിരിക്കും നാട്ടിക നിയോജകമണ്ഡലത്തിൽ ലഭിക്കുക എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ CPയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുൻകാല സഹപ്രവർത്തകരായിരുന്ന ഇടത് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? നേതാക്കന്മാരെ എന്നെ വിളിക്കാൻ സാധ്യതയില്ല. പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അവരുടെ ആവശ്യമായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ചെയ്തു കൊടുക്കുന്നവർക്ക് വളരെ പ്രതീക്ഷയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? ഒരു ഇടതിൻ്റെ സ്ഥാനാർത്ഥി നേരത്തെയുള്ള സഹപ്രവർത്തക കൂടിയായിരുന്നു. അല്ല, നേരത്തെ സഹപ്രവർത്തകൻ ഞാൻ പറയുന്നില്ല. അവർ പണ്ട് 2 ടേം ഇവിടെ മത്സരിച്ചു. 2 ടേം മത്സരിച്ചപ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് പിന്നത്തെ മത്സരം എന്നെ പാർട്ടി തീരുമാനിച്ചത്. അവരുടെ അഴിമതി കഥകൾ, അവർ ചെയ്ത കഥകളൊക്കെ ഒരുപാട് ജനങ്ങളെ ഏറ്റുപാടിയതുകൊണ്ട് പാർട്ടി തന്നെ എനിക്ക് മത്സരിക്കാൻ അവസരം തന്നത്. ഈ 5 വർഷക്കാലം ഈ പറയുന്ന സ്ഥാനാർത്ഥി പറയുന്നത് അവർ തുടങ്ങി വെച്ച പദ്ധതികൾ, ഏതെങ്കിലും തുടങ്ങി വെച്ച പദ്ധതി പറയുകയാണെങ്കിൽ അതിന് സമാധാനം പറയാൻ തയ്യാറാണ്. പക്ഷേ ഒരുവിധം ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും ഈ നാട്ടിക നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ഈ തിരഞ്ഞെടുപ്പോടുകൂടി വരാൻ പോകുന്നത്. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്? യോന്നല്ല, മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ലോകസഭയേക്കാളും വലിയ ഭൂരിപക്ഷം, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ എനിക്ക് നൽകും എന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കുറച്ച് ആത്മവിശ്വാസത്തിൽ നാട്ടികയിൽ NDA പ്രതിനിധി മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ആശംസകളും. മൂന്നടൻ. നാട്ടികയിൽ തിരക്ക് പിടിച്ച പ്രചരണം, ചൂട് പിടിച്ച പ്രചരണം, അതോടൊപ്പം തന്നെ കടുത്ത ചൂടുമുണ്ട്. എന്നാൽ ഈ ചൂടൊന്നും വകവയ്ക്കാതെ നാട്ടികയിലെ ഇടത് സ്ഥാനാർത്ഥി, നേരത്തെ MLA കൂടിയായിരുന്ന ശ്രീമതി ഗീതാ ഗോപി, ഒരു മുഖവരിയുടെ ആവശ്യമൊന്നുമില്ല. ഏതുവരെ ഈ പ്രചരണം? വളരെ ആവശ്യകരമായിട്ടുള്ള പ്രചരണമാണ് മുകേഷ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സഖാക്കളെല്ലാവരും ഈ ഒരു പ്രചരണം വളരെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് ഞങ്ങൾ 4ാമത്തെ ദിവസമാണ് വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചൂട് ഒരു പ്രശ്നമല്ല എന്ന് എൻ്റെ വോട്ടർമാർ തെളിയിച്ചു കൊണ്ടിരിക്കുക. നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കോർണറുകളിൽ നമ്മളെ കാത്തു നിൽക്കുന്ന വോട്ടർമാർ തീർച്ചയായിട്ടും അവരുടെ ആ നന്ദിയും ആ ഒരു സാന്നിധ്യം, ആ ക്ഷമ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നും വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. എങ്ങനെയാണ് വോട്ടർമാരുടെ പൊതുവിലൊരു പ്രതികരണം? അവരെല്ലാവരും മറക്കാത്തൊരു പ്രതികരണം. കാരണം 10 വർഷം അവരിൽ ഒരാളായി നിൽക്കുക, ഏത് പ്രശ്നത്തിനും ഒന്ന് വിളിക്കുക, അവിടെ എത്തുക, ആ പ്രശ്നം നോക്കുക, അതിനെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, അവർ തന്നെ നൽകിയ ചില പിന്തുണ ഉണ്ട്. അത് ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഒട്ടും അപരിചിതമല്ലാത്ത രീതിയിലാണ് മുകേഷ് എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹം, സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നു, അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ചില പ്രത്യേക അനിഷ്ടകരമായ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായി. അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വോട്ടർമാരോട് സ്നേഹത്തിന് തുല്യമായിട്ട് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഇങ്ങോട്ടേക്ക് പ്രകോപനം നടത്തിയാൽ തിരിച്ചങ്ങോട്ട് പ്രകോപനം നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എല്ലാം നമ്മൾ കാണുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ മണ്ഡലത്തിൻ്റെ ഒരു തുടർ വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രിയപ്പെട്ട വോട്ടർമാർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നാട്ടിക നിയോജക മണ്ഡലത്തിൽ. ഒപ്പം തന്നെ ചിലത് പൂർത്തീകരിക്കണമെന്ന് കരുതി പിന്നീട് ഒരു മാറ്റമുണ്ടായി. ഇപ്പോഴും ചില കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും നാട്ടിക മണ്ഡലത്തെക്കുറിച്ച്, ചില കാര്യങ്ങൾ നടപ്പാക്കേണ്ടതിനെക്കുറിച്ച്. അങ്ങനെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തി കൂടിയായിരിക്കും, കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് കാണുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ? മുകേഷ്, ഇതൊരു തീരദേശ മണ്ഡലമാണ്. മത്സ്യത്തൊഴിലാളികൾ അതിജീവിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. നിയമസഭയ്ക്കകത്ത് പല സമയങ്ങളും സന്ദർഭം കിട്ടുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും എൻ്റെ അജണ്ട ഉണ്ടായിരിക്കുക. ഇവിടെ സമഗ്രമായ കുടിവെള്ള പദ്ധതി ഉറപ്പുവരുത്തണമെന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം യാഥാർത്ഥ്യങ്ങൾ എൻ്റെ വോട്ടർമാർക്കറിയാം. സ്വന്തമായിട്ടൊരു ഫയർ സ്റ്റേഷൻ
ഇവിടെ വേണമെന്നതും നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു RT ഓഫീസ് അതും നമ്മൾ യാഥാർത്ഥ്യത്തിലെത്തുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷക്ക് ഒരു സ്മാരകം, ആയുർവേദ ആശുപത്രി മത്സ്യത്തൊഴിലാളികൾ അതിജീവിക്കുന്ന ഈ പഞ്ചായത്തിൽ, ഞാൻ നിൽക്കുന്ന പഞ്ചായത്തിൽ വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അവരുടെ സാന്നിധ്യത്തിലാണ് 4 കോടി ആയുർവേദ ആശുപത്രി. നിലവിലുള്ള ആശുപത്രി ദന്തിസ്റ്റിനെ പോലും, കുട്ടികളുടെ വാർഡുകൾ, അതുപോലെ തന്നെ ശീതീകരിച്ച ലബോറട്ടറി, ഫാർമസിസ്റ്റ്, ഇതെല്ലാം സംവിധാനം നമ്മുടെ ആശുപത്രികളിൽ ഒരുക്കി. അപ്പോൾ തീരദേശ മേഖലയിലെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈ സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ എനിക്ക് സമയം സന്ദർഭം കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ ഒന്നും നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യാണ്ടോ നമ്മളൊരു കടലാസ് കൊടുത്തോണ്ടാവില്ല മുകേഷ് ഒരു വികസനം. ഒപ്പം തന്നെ മണ്ഡലത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങളും കാണും നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്രയാർ ഒരു പുതിയ പാലം. ഈ സർക്കാർ തന്നെയാണ് 28 കോടി കിഫ്ബിയിലൂടെ തന്ന് അതിൻ്റെ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഒരുക്കി. തിരുവനന്തപുരത്ത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ പ്രധാനപ്പെട്ട എബ്രഹാം എന്ന് പറഞ്ഞ ഡിസൈൻ വിങ്ങറും ഉദ്യോഗസ്ഥന്മാരും PWD റോഡ്സും ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ യമുനയുടെ നേതൃത്വത്തിൽ പുതിയ ഭൂമി ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയും പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി 44 സെൻറ്റിമീറ്റർ സ്പാനോടുകൂടി തൃപ്രയാറിൻ്റെ പുതിയ ബ്രിഡ്ജ് വിഭാവനം ചെയ്യുകയും അതിൻ്റെ ഡിസൈൻ അപ്രൂവൽ ചെയ്യുകയും 28 കോടി രൂപ കിഫ്ബിയിൽ തോമസ് ഐസക് അനുവദിക്കുമ്പോൾ 10 കോടി ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് അവാർഡ് നൽകിക്കൊണ്ടാണ് ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് മാറുന്നത്. തീർച്ചയായിട്ടും പുതിയൊരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് 8 കോടി തോമസ് ഐസക് ധനകാര്യമന്ത്രി. അപ്പോൾ തൃപ്രയാറിൻ്റെ ഒരു ഫിഗർ ബസ് സ്റ്റാൻഡ്, അവിടെ വ്യാപാരികളെ അവർക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന പുതിയൊരു ഷോപ്പിംഗ് സംവിധാനം. അപ്പോൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മണ്ഡലത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ്. തൃപ്രയാറിനെ ഭയങ്കരമായിട്ട് ബന്ധിപ്പിക്കുന്ന, 2 കരകളും ബന്ധിപ്പിക്കുന്ന ഒരു പിൽഗ്രിം സിറ്റിക്ക് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു സുന്ദരമായ ഒരു ബ്രിഡ്ജ്, അതും ഈ മണ്ഡലത്തിൻ്റെ ഒരു വിഷനാണ്. മാത്രമല്ല 2030 ആകുമ്പോഴേക്കും സമഗ്രമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ അവകാശപ്പെട്ട ഈ ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ എനിക്കുണ്ടായിരുന്നു. വിഷൻ 2030 ആകുമ്പോഴേക്കും നാട്ടിൽ എങ്ങനെയായിരിക്കണം എന്നൊരു ഫ്യൂച്ചർ എനിക്കുണ്ടായിരുന്നു. അതിലൂടെ പോവാനും അതിലൂടെ ഓരോ പദ്ധതികൾ വകുപ്പ് മന്ത്രിമാരെ കണ്ട് അത് സമർപ്പിക്കാനും ഫോളോ അപ്പ് ചെയ്യുന്നതിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഉദ്യോഗസ്ഥ ടീം, എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, ഈ നാട്ടിലെ ജനത നൽകിയ സപ്പോർട്ടാണ് മുകേഷ്. ഈ കാണുന്ന RT ഓഫീസും ഫയർ സ്റ്റേഷനും കുഞ്ഞിന് മാഷ്കൂർ സ്മാരകം, വലപ്പാട് ആശുപത്രിയും, സ്കൂൾ കെട്ടിടങ്ങളും, സ്മാർട്ട് വില്ലേജുകളും, അഴിമാവ് കടപ്പാലവും, ITA കോളേജ്, കരുവന്നൂരിൽ ബണ്ടുകൾ തകർന്നെടുത്ത് പുതിയൊരു പാലം പണിയുക, ഷട്ടർ ഇടുക, ആശ്വാസ കേന്ദ്രങ്ങൾ പണിയുന്നതിന് വേണ്ടി പുള്ളിലൊരു ആശ്വാസ കേന്ദ്രങ്ങൾ പണിയുക, തകർന്നടിഞ്ഞ റോഡുകൾ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി നവകേരള സൃഷ്ടിയിൽ പൊതുമരാമത്ത് നൽകിയ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാൻ ഈ ഉദ്യോഗസ്ഥ തലത്തിലും ജനങ്ങളും മോറൽ സപ്പോർട്ട് എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഒപ്പം നിന്ന് ചേർത്ത് പിടിച്ചപ്പോൾ സർക്കാർ അതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ള വസ്തുതയാണ് ഞാൻ എൻ്റെ വോട്ടർമാരോട് നൽകുന്നത്. എന്തായാലും വ്യക്തമായ കാഴ്ചപ്പാടും ധാരണകളുമുണ്ട്. കടുത്ത ചൂടാണ്. എത്ര ഘട്ടമായി പ്രചരണം? ഏകദേശം ഞങ്ങളൊരു 3-4 ഘട്ടങ്ങളിലേക്ക് കിടക്കണം. ആദ്യം പ്രധാനപ്പെട്ട വീടുകളെ കാണുക, ആളുകളെ കാണുക, പ്രധാനപ്പെട്ട കുടുംബങ്ങളെ കാണുക. അതിനുശേഷം പാർട്ടി നിർദ്ദേശിക്കുന്ന, ഇടതുപക്ഷ മുന്നണി നിർദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ചിട്ടയായിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ കാര്യം കബളിപ്പിക്കേണ്ട, തെറ്റിദ്ധരിപ്പിക്കേണ്ട, ചെയ്ത കാര്യങ്ങൾ ഇവിടെ കുത്തിവെച്ച പോലെ പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ മനസ്സിലാക്കിക്കൊണ്ട് ആർക്ക് വേണം ഈ വോട്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായും ഒപ്പം തന്നെ നേരത്തെ നാട്ടിക MLA-യുമായി എല്ലാം കൃത്യമായ പരിചയവുമുണ്ട്. എന്തായാലും തിരക്ക് പിടിച്ച പ്രചരണ ചൂടിലെ ഓട്ടത്തിനിടയിലാണ് TCVയോടൊപ്പം പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചത്. എല്ലാവിധ ആശംസകളും. നാട്ടികയിൽ കടുത്ത പോരാട്ടം ചില പ്രത്യേക കാരണങ്ങളാൽ സംസ്ഥാന രാഷ്ട്രീയവും നാട്ടികയിൽ തിരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം UDF-ൻ്റെ സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ വലിയ ഓട്ടത്തിലാണ്. എന്തായി പ്രതീക്ഷകൾ? എങ്ങനെ? നല്ല ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂടും ഈ ചൂടാണ്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് വളരെ തണുത്ത മനസ്സായിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ കൂളാണ്. കാരണം 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഞാൻ നിന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിനെ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഞാൻ അന്ന് പറഞ്ഞത് കൂടെയുണ്ട്, ഒരു കൂടെപ്പിറപ്പായ എനിക്ക് 5 വർഷക്കാലം ഇവിടെ നിൽക്കാൻ സാധിച്ചു. ഞാൻ നിലവിലെ MLA-യേക്കാൾ കൂടുതൽ സമയം ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്നും എപ്പോഴും ഞാൻ കൂടെയുണ്ടാകും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമുക്കറിയാം സുനിൽ ലാലൂർ ആദ്യം നാട്ടിക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു കഴിഞ്ഞ തവണ, പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും മണ്ഡലത്തിൽ നിന്ന് പോയില്ല, കൂടെ നിന്നു അല്ലേ? മുഴുവൻ സമയം കൂടെ നിന്നു മാത്രമല്ല, നമ്മൾ പല പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ സാനിറ്റൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കുറേ മിഷൻസ് നമ്മൾ മേടിച്ചു.
കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മൊബൈൽ, TV തുടങ്ങിയ 150ഓളം മൊബൈൽ ഫോണുകൾ ഈ മണ്ഡലത്തിന് വിവിധ ഭാഗങ്ങളിൽ ആ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു. TV ഈ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സമയത്ത് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് TV നൽകാൻ ആ സമയത്ത് സാധിച്ചു. അങ്ങനെ നമ്മൾ നിരന്തരം ജനങ്ങളുമായി കൂടുതൽ അടുക്കാനാണ് ശ്രമിച്ചത്. ഒരിക്കൽ പോലും പുറകിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമധേയത്തിൽ ഒരു പെൻഷൻ പദ്ധതി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. ആ പദ്ധതി ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ നാടിൻ്റെ ജനപ്രതിയായി കഴിഞ്ഞാൽ, നാട്ടികയുടെ ജനപ്രതിയായി കഴിഞ്ഞാൽ ഈ പദ്ധതി പരിപൂർണമായി പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേതുപോലെയല്ല നാട്ടികയിലെ ഒരു സാഹചര്യം. രണ്ട് മുൻ MLA-മാരോടായിട്ടാണ് സുനിൽ മത്സരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരണം? തീർച്ചയായിട്ടും രണ്ടുപേരെയും ജനം സ്വീകരിച്ച ആളുകളാണ്. ഞാൻ അവരുടെ രണ്ടുപേരുടെയും ജനാധിപത്യത്തെ സാഹചര്യത്തെ ഞാൻ ചെറുതായി കാണുന്നില്ല. തീർച്ചയായും അവർ ജനപ്രതികളായി നിന്ന ആളുകളാണ്. കുറേയും കൂടിയും സ്വീകാര്യത അവർക്കുണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എങ്കിൽ പോലും എൻ്റെ നിലപാട് പ്രിയപ്പെട്ട ശ്രീ മുകേഷിനെ അറിയാവുന്നതാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 26 വർഷക്കാലം ഞാനൊരു വിദ്യാർത്ഥി യുവജന രംഗത്ത് കൃത്യമായി പ്രവർത്തിക്കുകയും ഒരു സംശുദ്ധപരമായ മതേതര കാഴ്ചപ്പാടോടുകൂടി നിലനിൽക്കുകയും അടിസ്ഥാനപരമായ നിലപാടിൽ നിന്നും വെള്ളം ചേർക്കാതെയും ഒരിക്കൽ പോലും കാലുമാറാതെയും കൂറുമാറാതെയും ഒരു ആഡംബരവുമില്ലാതെ വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എളിയ ഒരു പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി ഈ ഉത്തരവാദിത്വം വീണ്ടും ഏൽപ്പിച്ചത്. തീർച്ചയായും സുനിൽ KSU കാലം മുതൽ അറിയാം. തൃശ്ശൂരിൽ ബേസ് ചെയ്ത് ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ലാലൂർ വിഷയത്തിലെല്ലാം. ഇപ്പോൾ നാട്ടികയിലേക്ക് വരുമ്പോൾ പല വിജയസാധ്യതകൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ് ഒരു ഭരണവിരുദ്ധ തരംഗമായിട്ടാണോ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ആ കാഴ്ചപ്പാട്? എങ്ങനെയാണ് സുനിൽ പറയുന്നത്? 5 വർഷക്കാലം ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു MLA-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ആ MLA-യുടെ സാന്നിധ്യം ഇല്ലാത്തടത്താണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്നൊരു സ്പേസ് എന്നുള്ളതാണ്. നിലവിലെ 2 പേരെയും പരീക്ഷിച്ച ഒരു നാടാണിത്. 15 വർഷക്കാലം ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. സ്വാഭാവികമായി ഇവിടെ കുറച്ച് ബസ് സ്റ്റോപ്പുകൾ വന്നു, മിനിമാർസ് ലൈറ്റ് വന്നു. അതല്ലാതെ കാതലായ ഒരു മാറ്റം വരുത്താൻ ഉണ്ടായിട്ടില്ല. ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സ്മാർട്ടായ നാട്ടികയാണ്. നമുക്ക് പൊളിച്ചിട്ട് പോയ ബസ് സ്റ്റാൻഡ് നമുക്ക് നവീകരിച്ച് കൃത്യതയോടുകൂടി നടപടികൾ പൂർത്തീകരിക്കണം. നമുക്ക് ശുദ്ധജല പ്രക്രിയ പരിപൂർണമായി പൂർത്തീകരിക്കണം. നാട് വളരെ പ്രതിസന്ധിയാണ്. കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. തീരദേശ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനായ മുൻ MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത ഒരു മാനിഫെസ്റ്റോ, ഫിഷറീസ് മാനിഫെസ്റ്റോ നമ്മൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഒരു തീരദേശ മേഖലയിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മാനിഫെസ്റ്റോ പോലും നമ്മൾ കൊണ്ടുവരുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾ UDF മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസമാണ് സാധാരണക്കാരുടെയിൽ, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരവസരം കൊടുത്താൽ അത് പരിപൂർണമായി ഉത്തരവാദിത്തത്തിൽ നടപ്പിലാക്കും എന്നുള്ള വിശ്വാസം എനിക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രചരണത്തിനെത്തുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ അവരുടെ പ്രധാന പ്രശ്നമായി, നേരത്തെ കുടിവെള്ളം പറഞ്ഞു, പ്രധാന പ്രശ്നങ്ങളായി എന്തൊക്കെയാണ് അവർ പറയുന്നത്? പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ മണ്ഡലത്തിനകത്ത് പ്രധാന പ്രശ്നം ചില ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലയിൽ എന്നൊക്കെ പറയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വെള്ളം ടാങ്കുകളാണ് പലപ്പോഴും ഈ സമയങ്ങളിൽ പോകുന്നത്. ഈ വെള്ളം ടാങ്കുകൾ എന്ന് വിട്ടിട്ട് ഒരു സമഗ്രമായ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ പോലും നിലവിലെ MLA-മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഞാനും വളരെ ചെറുപ്പത്തിൽ 2 കുടം ചുവന്ന് വെള്ളം കൊണ്ടുവന്ന് ലാലൂർ സെൻറ്ററിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന ഒരാളാണ്. ഇന്ന് ആ നാട്ടിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുണ്ടായിരുന്ന സമയത്ത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതികൾ തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവ സമ്പത്ത്, സാധാരണക്കാരൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമെന്നൊരു കുടിവെള്ളമാണ്. ആ കുടിവെള്ളം എത്തിക്കുന്നതിൽ 100% അതിൻ്റെ ഉത്തരവാദിത്വം നടപ്പിലാക്കും. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് ഏകദേശം 3300ഓളം നെൽകർഷകരുണ്ട്. 8000-ൽ പരം ഹെക്ടർ നെൽകൃഷിയുണ്ട്. ഈ നെൽകൃഷിയും നെൽകർഷകരുമുള്ള ഈ നാട്ടിൽ ഈ നെൽകർഷകരെ പാടത്ത് പണിയെടുത്ത് വരമ്പത്ത് കൂലി കൊടുക്കുന്നതിന് പകരം 6 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും സർക്കാരുകൾ ഈ നെല്ലിൻ്റെ വില കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, തീരദേശ മേഖലയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഈ വലപ്പാട് പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ നിർദ്ദിഷ്ടമായൊരു ഹാർബർ ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവിടെ പ്രധാന സ്ഥലം കിടക്കുന്നുണ്ട്. ആ ഹാർബർ അവിടെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ചേറ്റുവരെ പോകേണ്ട കാര്യം വരുന്നില്ല. അവർക്കിവിടെ നിലനിൽക്കാൻ സാധിക്കും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊരു ഹബ്ബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കൊരു സമൂലമായൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി ചേർപ്പിൽ പോയാൽ ചേർപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ചുവൂരാണ്.
ഈ ഫർണിച്ചർ മേഖലയിൽ ഏറ്റവും മനോഹരമായ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഫർണിച്ചർ കയറ്റിവിടുന്ന ചൂരിൽ ഒരു ഫർണിച്ചർ ഹബ്ബ് ഉണ്ടാക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. ഇനി രണ്ടാമത് ഈ നാട്ടികയിൽ തൃപ്രയാറിൽ ഒരു 80 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടൊരു കോടതി സമുച്ചയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു കോടതി സമുച്ചയവും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ വാഗ്ദാനങ്ങൾ ഈ ബഡ്ജറ്റിൽ വരുന്നത് ഒന്ന്, പിന്നത്തെ ബഡ്ജറ്റിൽ വരുന്ന അതേ തന്നെ, അങ്ങനെ റിപ്പീറ്റഡ് ബഡ്ജറ്റിലെ വാഗ്ദാനങ്ങളാണ് നാട്ടികയിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിപൂർണമായും ഞാൻ അവർക്കിടയിൽ പ്രവർത്തിച്ചു എന്ന് ആത്മാർത്ഥമായി എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നാട്ടികയിലെ സാധാരണ മനസ്സിനകത്ത് UDF സ്ഥാനമുണ്ട്, കോൺഗ്രസിന് സ്ഥാനമുണ്ട്. അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല ഞാൻ. പക്ഷേ ഈ നാടിൻ്റെ സമൂലമായ മാറ്റത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയുണ്ട് എന്ന് എല്ലാ കോണിൽ ചെല്ലുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കും. ഇത് തന്നെയാണ് സുനിലിന് വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, പറയാനുള്ളത്. എന്തായാലും വളരെ ചൂടാണ്. ആ ചൂടിന് ഇടയിലാണ് തിരക്ക് പിടിച്ച ഓട്ടം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിക അപരിചിതമായ ഒരു മണ്ഡലമല്ല. സുനിൽ അലൂരിനെ വളരെ തിരക്ക് പിടിച്ച ഓട്ടവുമായി പോകുന്ന സുനിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം.